أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. صدق الله العلي العظيم. قال سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم: لا يدخل الجنة قاطع شفيعنا رسول الله. പ്രിയപ്പെട്ടവരോട് പ്രഭാഷണത്തിന് മുമ്പ് ഒരു കാര്യം പറയും. നിങ്ങളനുസരിക്കുമെന്നുള്ള നിലയിൽ പറയുകയാണ്. ഞാൻ അറബിയിലൊരു വാക്ക് പറയും, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ അനുസരിക്കുക. പ്രായമുള്ള ആളുകളുടെ വലിയുമ്മയും വലിയുമ്മയും ചെയ്യണമെന്നില്ല. മദ്രസയിൽ നിന്ന് അനുഭവിച്ച അനുഭവം മാത്രമേ അതിനുശേഷം ഇന്ന് വരെ ഒരാൾ നിങ്ങളോട് കൊന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടാവും, എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദീർഘമായ പ്രഭാഷണങ്ങളും നമ്മുടെ ഔദ്യോഗിക എന്നുള്ള മഹനീയമായ കുടുംബ സംഗമത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദീർഘനേരം ഇവിടെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വൈമനസ്യമില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലെ പ്രഗത്ഭനായ ഗായകൻ, ഏറ്റവും അറിയപ്പെട്ട ഗായകനായി മാറുമായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ വിമാനത്തിലൂടെ ഗൾഫ് രാജ്യത്തേക്ക് പറന്നത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഷമീം പ്രശസ്തിയുള്ള ഒരു ഗായകനായി മാറാതിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ആമുഖമായിട്ടൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന സമയം ഒരുപാട് വൈകി. അതുകൊണ്ട് ഇവിടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഒരു ഉദ്ബോധനമാണ്. നമ്മളൊക്കെ കുടുംബക്കാർ ഒരുമിച്ച് കൂടി ഇതുപോലെ എന്നും ഒരുമിച്ച് കൂടുവാനും സ്നേഹം പരസ്പരം പങ്കിടുവാനും മനസ്സിൻ്റെ ഓളങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ സാർത്ഥകമായ തീരം സൃഷ്ടിച്ച് എന്നും മുന്നോട്ട് ഗമിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുമ്പിൽ കാണുന്ന താളാത്മകമായി ഒഴുകുന്ന പുഴ എന്തൊരു ആനന്ദമാണ്. ആ പുഴയുടെ സമാധാനം പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഈ സദസ്സിലുള്ളത് പ്രഗത്ഭന്മാരെ. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട കാരണവർ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ദർസ് ജീവിതത്തിലെ ഒന്നാമത്തെ ഗുരുവര്യൻ കൂടിയാണ്. ബഹുമാനപ്പെട്ട അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ള തന്നെ കാരണവന്മാരിൽ കുഞ്ഞാച്ച പരീക്ഷ ഇവിടെയുണ്ട്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൽ സ്വാഗത പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ആമിർ സാഹിബ്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സ് ഇളകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചമൽക്കാര ഭംഗിയോടുകൂടെ നമ്മുടെ ഖിറാഅത്ത് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ടിക്ടോക്ക് വളയ മൊയ്തു വളയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരു ഖുർആൻ ക്ലാസ്, ആ ഖുർആൻ ക്ലാസ് പോലും നഷ്ടപ്പെടുത്താതെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ളവരൊക്കെ പ്രഗത്ഭന്മാർ. അതിൻ്റെ ഇടയിൽ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയതെങ്കിലും ചില പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുഃഖം ഘനീഭവിക്കുന്ന ചില വിഷയങ്ങൾ മരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തിന് ഇങ്ങനെയുള്ളൊരു സംഘം? പലതരത്തിൽ നമ്മൾ സംഘടിക്കാറുണ്ട്, സംഗമിക്കാം. പക്ഷെ ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ
പരസ്പരം അറിയുവാൻ, പരസ്പരം പരിചയപ്പെടുവാൻ, പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ ഐക്യത്തോടുകൂടെ നമ്മുടെ കുടുംബത്തിൽ ഒരു ജീവിതമുണ്ടാകണം. നമുക്കറിയാം, ഇപ്പോഴും ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഔത്തുമായുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ. ഞാനൊക്കെ കാസർഗോഡ് ഭാഗത്ത് പ്രഭാഷണത്തിന് പോകുമ്പോൾ ചെറുപോലീസിന്റെ കടയിൽ പോകും. ഞാനൊക്കെ അധിക പോലീസിനെ കാണാറുണ്ട്. അതിനൊക്കെ സന്തോഷമാണ്. കാസർഗോഡ് എത്തിയപ്പോൾ നമ്മുടെ ലക്ഷ്മിയിൽ അവിടെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ബന്ധങ്ങൾ കൂടിയത്. ഇന്നത്തെ കാലഘട്ടം ഗ്രൂപ്പുകളുടെ കാലമാണ്. ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല, ബന്ധനങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. കഷണിച്ച് ഡിവൈഡായി പല ഗ്രൂപ്പുകളായി ഇന്ന് മനുഷ്യന്മാർ അകന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നാം കുടുംബ മഹിമയെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല? നമുക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന ഈ നവ്യമായ യുഗം, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഈ ന്യൂ മോഡൽ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. എല്ലാ സമയവും ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയത് പോലും മൈലുകൾക്കപ്പുറമുള്ള നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള പ്രവാസികൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വോയിസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംവിധാനം 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. പുതുതലമുറക്കറിയില്ല. നാം ജനിക്കുമ്പോൾ തന്നെ കണ്ടത് വലപിടിപ്പുള്ള മൊബൈലും അതുപോലെ പൾസർ വണ്ടികളും ചെത്തിപ്പൊളിച്ച് ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളുമാണ് നമ്മുടെ മക്കൾ ഇന്ന് കണ്ടിട്ടുള്ളതെങ്കിൽ പഴയ ആളുകളോട് ചോദിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട കാരണവർ ഇബ്രാഹിം മുസ്ലിയാർ ഒരിക്കൽ പറയുകയുണ്ടായി, ദർസിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ നടന്നു പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വത്തക്കയുടെ ചൂടി പോലും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെയുള്ളൊരു ജീവിതം നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓലമേഞ്ഞ വീടുകൾ, ഓടുകൾ കുറവാണ്. ഓലമേഞ്ഞ വീടുകളിൽ അരണ്ട മണ്ണെണ്ണക്കൂടിന്റെ വെളിച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയും അരണ്ട മണ്ണെണ്ണക്കൂടിന്റെ വെളിച്ചത്തിൽ മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ അതിൽ പഠിക്കുകയും ചെയ്തിരുന്നൊരു സമൂഹം പട്ടിണിയുടെ കാലമായിരുന്നു. മാരകമായ പ്ലേഗ് രോഗമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. 40-50 വർഷങ്ങൾക്ക് മുമ്പ് വബാഹി എന്ന് പറയുന്ന പ്ലേഗ് രോഗം പിടിച്ചിട്ട് 3-4-5 ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടിരുന്നു. അന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ല, പ്രഗത്ഭരായ ഡോക്ടർമാരില്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യകളില്ല. ഇന്ന് നമ്മെ രമിപ്പിക്കാനും രസിപ്പിക്കാനും അനുഭൂതിപ്പെടുത്താനും ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ ലോകത്താണെന്ന് നാം ജീവിക്കുന്നത്. ഈ ഇലക്ട്രോണിക് യുഗങ്ങളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയത് ബന്ധങ്ങളാണ്. മൊബൈലുകളുണ്ട്, പണ്ട് മൊബൈലുകളില്ല. റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അരിക്ക് വേണ്ടി മണിക്കൂറുകളോളം റേഷൻ ഷാപ്പിലേക്ക് നമ്മുടെ ഉപ്പമാര് നടന്നുപോയി കിട്ടുന്ന അരി തലയിൽ ചുമന്നു കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ കൊളുത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ നിന്ന് ഭക്ഷണമാക്കി ഉമ്മ നൽകിയപ്പോ കഷ്ടപ്പാടിന്റെയും വേദനയുടെയും നൊമ്പരങ്ങൾ മാതാപിതാക്കൾക്കറിയാം. കുടുംബം എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് ഉപ്പയും ഉമ്മയുമാണ്. ഉമ്മയെ സ്നേഹിക്കാത്തവർ, ഉപ്പയെ സ്നേഹിക്കാത്തവർ. ഒരു ഉമ്മ ഒരു മകനെ സംരക്ഷിക്കുന്നതും അവനോട് സ്നേഹം കാണിക്കുന്നതും പകരം ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ ചില വിഷയങ്ങൾ ചെയ്യുമ്പോ പകരം എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഏതെങ്കിലും ഉമ്മ തന്റെ മകനിൽ നിന്ന് പകരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നത് ചെയ്തിട്ടുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. തന്റെ പ്രിയപ്പെട്ട മകൻ അവനെ മസിൽ വളർന്ന സമയത്ത്, മീശ കിളർന്ന സമയത്ത് ഒരു പുഞ്ചിരിയെങ്കിലും അവന്റെ മുഖത്തുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെയല്ല ഒരു ഉമ്മയും മക്കളെ വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ബന്ധങ്ങൾ തകർന്നിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും കൊണ്ട് പക്ഷെ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ 2016 ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് പരസ്പരം പരിചയപ്പെടാനും ബന്ധങ്ങൾ പുതുക്കാനുമാണ്. ഈ ബന്ധം നിലനിർത്തിയാൽ മാത്രമേ നമ്മൾ യഥാർത്ഥമായി മുസ്ലിമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിലെ 26ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിച്ചത് കുടുംബ ബന്ധത്തെക്കുറിച്ചാണ്. എന്താണ് കുടുംബ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്? വആതിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ. കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക. പരിശുദ്ധമായ ഖുർആൻ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരൻ. കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക. ഈ ആയത്തിന്റെ തഫ്സീറിൽ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാക്കളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അവകാശം നൽകുക എന്ന് പറഞ്ഞാൽ? ഒന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് സ്നേഹം നൽകണം. അതുപോലെ തന്നെ അവനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാപ്പ് നൽകണം. ഇങ്ങനെയാണ് കുടുംബ ബന്ധം പുലർത്തേണ്ടത്. മാത്രവുമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ അവശരായ ആളുകളുണ്ടെങ്കിൽ, ദരിദ്രന്മാരുണ്ടെങ്കിൽ അവരെ സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത്. എത്ര സ്പഷ്ടമായിട്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. വആതിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ. കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും നീ നൽകുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തുബദ്ദിർ തബ്ദീറാ. ധനം ദുർവ്യയം ചെയ്തു പോകരുത്. ഇവിടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും ബന്ധവുമാണ്. ഇന്ന് മനുഷ്യരെ അടുപ്പിക്കാൻ നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ ഇന്ന് അടുപ്പിക്കുന്നതിന് പകരം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിതറിക്കിടക്കുന്ന കുടുംബങ്ങൾ. പഴയ കാലത്ത് ഒരു തറവാട്, ആ തറവാടിനകത്ത് വലിയ കുടുംബമായിരുന്നു, കുഴപ്പങ്ങളില്ല. പക്ഷെ ഇന്ന് ന്യൂക്ലിയർ കുടുംബങ്ങളാണ്, അണുകുടുംബങ്ങളാണ്. ഒരു വീടുണ്ടാക്കി ഒരല്പം വലുതാകുമ്പോഴേക്ക് നാം വീടുമായി താമസിക്കാൻ തുടങ്ങി. പരസ്പര ബന്ധങ്ങളില്ല, സ്നേഹങ്ങളില്ല, അകൽച്ചകളാണ്. ഇതുകൊണ്ട് മനുഷ്യൻ എത്ര നിസ്കരിച്ചിട്ടല്ലേ, നോമ്പ് നോക്കിട്ടല്ലേ. ബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കിടക്കൂല. ആരാ പറഞ്ഞത്? മുസ്തഫ. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കിടക്കൂല. പിന്നെ എന്റെ അവിടെ എന്താ ഫലം? ഉപ്പയും ഉമ്മയുമായി തമ്മിൽ ബന്ധമില്ല. ഉപ്പയും മക്കളുമായി, മക്കളും ഉപ്പയുമായി, ജ്യേഷ്ഠനും മനുഷ്യനും, ആൺകളയും പെങ്ങളും പിണങ്ങി നിൽക്കുക. സമ്പത്തിന്റെ പേരിൽ, ധനത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, കല്യാണത്തിന് വഴിയിൽ വെച്ച് പഠിച്ചതിന്റെ പേരിൽ പിണങ്ങിയവരുണ്ട്. എന്റെ വീട്ടിൽ വന്നിട്ട് വിളിച്ചിട്ടില്ല പറയാൻ പോകില്ല, ഫോണിൽ വിളിച്ചത് ഞാൻ അങ്ങനെ വിളിക്കണമെന്നല്ലോ, അതിന്റെ പേരിൽ പിണങ്ങിയവരുണ്ട്. തന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വന്ന ഒരാട് ഒരു ഓല തിന്നതിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ട്. പാരസ്പര്യ അയൽവക്ക ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും കുറിച്ച് അറിയാതെ പോകുന്നവർ. ഇവിടെ നാം മനസ്സിലാക്കണം, ഞാൻ ദുർഗിപ്പിച്ചു പോവുകയില്ല. അതുകൊണ്ട് കുടുംബ ബന്ധത്തെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമാക്കണം. ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സദസ്സിൽ സഹാബാക്കളുണ്ട്. അച്ചടക്കമുള്ള, അനുസരണമുള്ള, തഖ്വയുള്ള, നന്മയുടെ വക്താക്കളും പ്രയോക്താക്കളുമായ സഹാബാക്കൾ ഇരിക്കുമ്പോ ഈ ഹദീസ് ഒന്ന് കേൾക്കണേ. ഇത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയും. മാറ്റത്തിന്റെ പരിവർത്തനം നടത്തി ആത്മീയതയുടെ ധന്യമായ വഴി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. എന്താ പ്രവാചകർ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത് പോലെ സഹാബാക്കൾ ഒരുമിച്ച് കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യജാലിസിനി മിൻ ഉമ്മത്തി ഖാതിബുർ റഹീം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ എന്റെ സദസ്സിൽ ഇരിക്കരുത്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ. കുടുംബ ബന്ധം ഇവിടെ ഇരിക്കാൻ പാടില്ല. അവൻ എഴുന്നേറ്റ് പോകാം. ആരാ പറയുന്നത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ കാണാം, നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് കൊള്ളട്ടെ. കുടുംബ ബന്ധം മുറിച്ചവൻ എഴുന്നേറ്റ് കൊള്ളട്ടെ, അവനോട് ഇരിക്കണ്ട. പ്രവാചകന്റെ നിഴലും
വന്നിട്ടില്ലാത്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ സ്നേഹവും അതുപോലെ പ്രവാചകന്റെ പട്ടിനേക്കാൾ മിനുസമുള്ള ആ കരസ്പർശത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സഹാബാക്കൾ അവിടുത്തെ അതരങ്ങളിൽ നിന്ന് വജ്രമുത്ത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളെ നുകർന്നെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകന്റെ ഒരു ദിവസത്തെ ക്ലാസ് ഇതായിരുന്നു: കുടുംബ ബന്ധം കുറിച്ചവൻ ഇവിടെ ഇരിക്കരുത്, ലമ്യക്കുമാന നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് പോട്ടാൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലം യകും അഹദുൻ ഇല്ലാ റജുൽ, ഒരു മനുഷ്യൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. കാന മിൻ അഖ്സൽ ഹൽഖ, ആ എഴുന്നേറ്റ മനുഷ്യൻ സദസ്സിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിരുന്നു ഉണ്ടായത്. എഴുന്നേറ്റ് പോയ മനുഷ്യൻ സദസ്സിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ എഴുന്നേറ്റ് പോയി. റസൂല് പറഞ്ഞു, ഇരിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവനെ ഇരിക്കാൻ പാടില്ലല്ലോ. എഴുന്നേറ്റ് പോയി. എവിടത്തേക്കാണ് ഈ സഹാബി എഴുന്നേറ്റ് പോയതെന്നറിയുമോ? തന്റെ ഉപ്പയുടെ പെങ്ങളുടെ അടുത്ത്. നമ്മൾ പറയും ഇല്ലത്തുമാന്ന് പറയും, അല്ലെങ്കിൽ കാസർഗോഡ് കുഞ്ഞിമാന്ന് പറയും. എന്തുമാകട്ടെ, ഉപ്പയുടെ പെങ്ങളുടെ അടുത്ത് പോയിട്ട് ഈ സഹാബി പറയുകയാണ്, നമ്മൾ തമ്മിൽ ചെറിയ പിളക്കമുണ്ടല്ലോ, അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ ആ ബന്ധത്തിന്റെ ശാക്തീകരണത്തെ കുറിച്ച് പ്രവാചകർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പയുടെ പെങ്ങളോട് പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അങ്ങനെ ആ ഉപ്പയുടെ പെങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്തു. അതുപോലെ തന്നെ ഉപ്പയുടെ പെങ്ങൾക്ക് ഈ സഹാബി പൊരുത്തപ്പെട്ടു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സഹാബിയോട് ചോദിച്ചു, നീയല്ലാത്ത വേറെ ആരോട് എഴുന്നേറ്റിട്ടില്ലല്ലോ, എന്തിനാണ് എഴുന്നേറ്റ് പോയത്? അന്നേരം ഈ സഹാബി സംഭവം വിശദീകരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കും പുറത്തുനിന്നു ഞാൻ അങ്ങോട്ടും പുറത്തു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശ്രദ്ധിക്കണേ, പ്രവാചക സഹാബിയോട് നേരത്തെ പിണങ്ങിയിരുന്നു, ഉപ്പയുടെ പെങ്ങളെടുത്ത് പോയിട്ട് നന്നായി തിരിച്ചു വന്ന സഹാബിയോട് പ്രവാചകർ പറഞ്ഞു, അഹ്സൻത അഹ്സൻത, നീ ബെറ്ററാണ്, നീ നല്ലവനാണ്, നീ നന്മ ചെയ്തവനാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇരിക്കണേ എന്ന് പറഞ്ഞു ആ സഹാബിയോട്. സഹാബിയുടെ മനസ്സിൽ, സഹാബിയുടെ മുഖത്ത് സഹാബി പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രവാസം നടത്തി. ശ്രദ്ധിക്കണേ, ഈ 2016 ഔത്തുമ്മ എന്ന കൂട്ടായ്മക്ക് കുടുംബസമേതം നമ്മൾ കടന്നു വന്നത് ഇവിടെ നിന്ന് സന്തോഷിക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല അറിയണേ, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹിം. അറിയണേ, കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ മേൽ അല്ലാഹുവിന്റെ കരുണയുണ്ടാകില്ല. കുടുംബ ബന്ധം മുറിക്കുന്ന സമൂഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുകയില്ല. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക. ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും ശേഷിക്കുന്നത് ഇത് തന്നെയാണ്. ദുനിയാവിൽ ബാക്കിയുണ്ടാകുന്നത് ഈ കുടുംബ ബന്ധം മാത്രമാണ്. മുതലുകൾ ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര വലിയ ആർഭാടത്തിന്റെ അലങ്കാരത്തിന്റെ ലോകത്ത് ജീവിച്ചാലും, കൊട്ടാര സമാനമായ വാഹനത്തിലൂടെ നാം കടന്നുപോയാലും, മരിച്ചാൽ നമ്മൾ കബറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് വെറും 3 കഫം പുടകളാണ്. നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ തുറന്നു തരാൻ ഭാര്യയുണ്ടാകില്ല, നമ്മുടെ മക്കളുണ്ടാകില്ല. അതുകൊണ്ട് ഖബറിലേക്ക് പോകുമ്പോൾ ഖബർ വിശാലമാകാൻ നമുക്ക് വേണ്ടത് കുടുംബ ബന്ധം മാത്രമാണ്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു അർകാലകും ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങൾക്ക് അവശേഷിക്കുന്നതാണ്. ഖൈറുൻ ലക്കും ഫിൽ ആഖിറ, ആഖിറത്തിൽ നിങ്ങൾക്ക് ഖൈർ ഇതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിലൂ അർഹാമകും, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, അതുപോലെ തന്നെ എന്റെ പെങ്ങന്മാര്, ഭാര്യമാര്, ഒരുപാട് ആളുകൾ നമ്മൾ പുറത്തുള്ളവരല്ല, നമ്മൾ കുടുംബക്കാരാണ്. എന്നിട്ട് റസൂൽ അവസാനമായിട്ട് പറഞ്ഞു, സിലൂ അർഹാമകും,
നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കുക. വലോ ബിസ്സലാം, വലോ ബിസ്സലാം, ഒരു സലാം കൊണ്ടെങ്കിലും, ഒരു സലാം കൊണ്ടെങ്കിലും, ഒന്നുമില്ലെങ്കിൽ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാല് കുറെ സഹായിക്കുക അതൊന്നുമല്ല. ഒരു സലാമെങ്കിലും പറയുക. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭാര്യയോട് സലാം, അസ്സലാമു അലൈക്കും, ഞാൻ കടയിലേക്ക് പോവുകയാണ്, ഞാൻ ജോലിക്ക് പോവുകയാണ്. ഉണ്ടോ ഈ കൂട്ടത്തിൽ എത്ര പേര് ഭാര്യയോട് സലാം പറയുന്നവരുണ്ട്? ജീവിതത്തിൽ പറയാത്തവർ ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ മാറ്റണം. ഇന്ന് മുതൽ തുടങ്ങുക. ഇവിടുന്ന് ഈ അസീദിന്റെ പ്രഭാഷണം കിട്ടിയ ഒരു സലാം വീട്ടിൽ പോയ ഉടനെ പറയുക സലാം. ഇപ്പൊ ഇവിടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഭർത്താക്കന്മാരെ ഇവിടെ ഇല്ല, പിന്നെ ഭർത്താക്കന്മാരുടെ ഗൾഫിലുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരികളെ, നാട്ടിൽ വന്ന ഉടനെ ഭർത്താവിനെ കണ്ട ഉടനെ ജീവിതത്തിൽ ഇന്നുവരില്ലാത്തൊരു കാര്യം പറയും, അസ്സലാമു അലൈക്കും. ചില ഭർത്താവ് വിളിച്ചു, പഠിച്ചോ എന്താ ഈ പെണ്ണിന് കൂടിപ്പോയത്, ചാമണ്ടിയോ ഭദ്രകാളിയോ കൂടിയെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ലോറിയുടെ ടാങ്ക് പോകാത്ത ഒട്ടിന് വേണ്ടിയിട്ട് പിന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയാ, ഞാൻ ക്ലാസ്സിൽ വെച്ചിങ്ങനെ പഠിച്ചിട്ടുണ്ട്. സലാം പറയാം. മക്കളോട് സലാം. പിതാവ് മക്കളോട് സലാം. മക്കള് പിതാവിനോട് സലാം പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇത് ബന്ധങ്ങൾ ഉണ്ടാക്കും. സലാം എന്ന് പറയുന്ന സ്വഭാവമില്ല. അതല്ലേ ഞാൻ ദീർഘിപ്പിക്കുകയില്ല. 5 മിനിറ്റ് മാത്രമാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സലാമിനെ കുറിച്ച് പറയുമ്പോൾ, ലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നവരെ സ്വർഗ്ഗത്തിൽ കടക്കില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയുമാവുകയില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, ഒരു കാര്യത്തിന്റെ മേൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ ആ കാര്യം ചെയ്താൽ തഹാബ്ബതും. എന്താ പറഞ്ഞത്? തഹാബ്ബതും, പരസ്പരം നിങ്ങൾ സ്നേഹമുള്ളവരാണ്. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ പരത്തുക. പുണ്യനബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണം നിർത്തുകയാണ്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അർശുമായി ബന്ധപ്പെട്ടതാണ്. അർശുമായി ബന്ധപ്പെട്ടതാണ് ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഖൂലു മൻ വസലനി വസലല്ലാഹ്, ഈ കുടുംബ ബന്ധം അർശിൽ വെച്ച് പറയട്ടെ, മൻ വസലനി വസലല്ലാഹ്, എന്നെ ആരെങ്കിലും ചേർത്താൽ അവനെ ഞാൻ ചേർത്തു. വമൻ ഖതഅനി ഖതഅല്ലാഹ്, എന്നെ ആരെങ്കിലും മുറിച്ചാൽ അവനെ ഞാൻ മുറിച്ചു. എന്നെ ആരെങ്കിലും